ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ കമ്മീഷൻ ചെയ്യുകയായിരുന്നു അദ്ദേഹം. INS അഗ്രേ, INS ദുനഗിരി, INS സൻശോധക് എന്നീ കപ്പലുകളാണ് കമ്മീഷൻ ചെയ്തത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തെ ആഗോള ആഘോഷമാക്കിയതിന് ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. നല്ല ആരോഗ്യത്തിനായുള്ള കൂട്ടായ പരിശ്രമത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ യോഗ ഒരുമിച്ച് കൊണ്ടുവന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. യോഗയെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഇത്തരം ദിനാചരണങ്ങൾ ആളുകൾക്ക് പ്രചോദനമാകട്ടെയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സമ്മേളനത്തിൽ 11 അംഗ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഒരു റിപ്പോർട്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. ഇന്ത്യ, ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE എന്നീ രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. ലോകം ഇന്ന് നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയം യോഗം ചർച്ച ചെയ്യും. ഉയർന്നുവരുന്ന സുരക്ഷാ അപകട സാധ്യതകളിൽ പുതിയ സാങ്കേതിക വിദ്യകളുടെ പങ്കിനെക്കുറിച്ചും ചർച്ചകൾ നടക്കും. ആശയവിനിമയ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തിലെ സുരക്ഷ സംബന്ധിച്ച് അടുത്തിടെ നടന്ന ബ്രിക്സ് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പുകളുടെ യോഗത്തിൽ ഉയർന്നുവന്ന വിഷയങ്ങൾ സമ്മേളനം അവലോകനം ചെയ്യും. നിലവിലെ അന്താരാഷ്ട്ര സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചും പ്രധാന ആഗോള പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും ബ്രിക്സ് അംഗരാജ്യങ്ങൾ കാഴ്ചപ്പാടുകൾ കൈമാറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ബ്രിക്സ് ഊർജ്ജ മന്ത്രിമാരുടെ 11ാമത് യോഗത്തിന് ഇന്ത്യ അധ്യക്ഷത വഹിക്കും. ഹരിയാനയിൽ ഈ മാസം 25, 26 തീയതികളിലാണ് യോഗം. 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജ മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നാളെ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച ഇന്ന് നടക്കും. അടുത്ത മാസം 1-ന് ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം സമ്മേളനം അവസാനിക്കും. കേരളത്തിൽ നിപ ബാധിതനായ രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്നു. നിലവിൽ ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. സമ്പർക്ക പട്ടികയിൽ നിന്ന് ഇതുവരെ പരിശോധിച്ച എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5-ലെ 49 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ന് കൊച്ചിയിൽ പാലാരിവട്ടത്ത് നടക്കുന്ന MSME സംരംഭകത്വ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. രാവിലെ 9:30-നാണ് പരിപാടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 28-ന് രാവിലെ 11-ന്. പരിപാടിയുടെ 135ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. UGC നെറ്റ് പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും. ഈ മാസം 30 വരെയാണ് ദേശീയതലത്തിലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടക്കുക. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ, വിവിധ സർവകലാശാലകളിലെ PhD പ്രവേശനം എന്നിവയ്ക്കുള്ള യോഗ്യത നിർണ്ണയിക്കുന്നതിനാണ് പരീക്ഷ നടത്തുന്നത്. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണ്ണയ ഫലങ്ങൾ ഘട്ടംഘട്ടമായി പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചു. ലഭിച്ച ആകെ അപേക്ഷകളുടെ 87%-ലധികവും ഇന്നലെ പ്രഖ്യാപിച്ചതായി CBSE അറിയിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ വിശദാംശങ്ങൾ പരിശോധിക്കാവുന്നതാണ്. ആധികാരിക വിവരങ്ങൾക്ക് CBSEയുടെ ഔദ്യോഗിക ആശയവിനിമയങ്ങളെ മാത്രം ആശ്രയിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളത്തിൽ +1 ഏകജാലക പ്രവേശനത്തിന്റെ 2ാംഘട്ട അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശന നടപടികൾക്ക് ഇന്ന് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. 2ാം ഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇന്ന് രാവിലെ 10 മണി മുതൽ നാളെ വൈകിട്ട് 5 മണി വരെയുള്ള സമയത്തിനിടയിൽ രക്ഷിതാക്കൾക്ക് ഒപ്പം സ്കൂളുകളിൽ പ്രവേശനത്തിന് ഹാജരാകണം. 1ാം ഘട്ട അലോട്ട്മെന്റിൽ താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് 2ാം ഘട്ടത്തിൽ ഉയർന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ പുതിയ അലോട്ട്മെന്റ് ലെറ്റർ ആവശ്യമില്ല. താഴ്ന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് താൽക്കാലിക പ്രവേശനമോ സ്ഥിര പ്രവേശനമോ നേടാമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് അറിയിച്ചു.
ഫിഫ ലോകകപ്പിൽ ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ കരുത്തരായ സ്പെയിൻ സൌദി അറേബ്യയെ എതിരില്ലാത്ത 4 ഗോളിന് പരാജയപ്പെടുത്തി. 10-ാം മിനിറ്റിൽ കൌമാരതാരം ലാമിൻ യമാലാണ് സ്പെയിനിന്റെ ആദ്യ ഗോൾ നേടിയത്. മറ്റൊരു മത്സരത്തിൽ ഇറാൻ ബെൽജിയത്തെ ഗോൾ രഹിത സമനിലയിൽ തളച്ചു. രാവിലെ നടന്ന ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരവും 2 ഗോളുകളുടെ സമനിലയിൽ പിരിഞ്ഞു. ഇപ്പോൾ നടക്കുന്ന ന്യൂസിലൻഡ് ഈജിപ്ത് മത്സരം ആദ്യ പകുതി പിന്നിടുമ്പോൾ ന്യൂസിലൻഡ് 1 ഗോളിന് മുന്നിലാണ്. ഐസിസി വനിതാ ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് പരാജയം. ഇന്നലെ മാഞ്ചസ്റ്ററിൽ നടന്ന മത്സരത്തിൽ 6 വിക്കറ്റിനാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. 159 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 5 പന്തുകൾ ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺസ് എടുത്തു. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അസം, മേഘാലയ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, തെലങ്കാന എന്നിവിടങ്ങളിലും ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ ആദ്യ സംഘം ഇന്നലെ രാത്രി മടങ്ങിയെത്തി. മദീനയിൽ നിന്ന് ഫ്ളൈ അദീൽ എയർലൈൻസ് വിമാനത്തിൽ 350 പേർ അടങ്ങുന്ന സംഘമാണ് എത്തിയത്. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാർക്ക് സ്വീകരണം നൽകി. കേരളത്തിൽ സെൻസസ് 2027ന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് se.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സ്വിറ്റ്സർലൻഡിലെ ബെർഗൻസ്റ്റോക്കിൽ അമേരിക്ക ഇറാൻ ചർച്ചകൾ തുടരുന്നു. ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും മധ്യസ്ഥതയിൽ യുഎസ് വൈസ് പ്രസിഡന്റ്, ഇറാൻ സ്പീക്കർ, വിദേശകാര്യമന്ത്രി എന്നിവരാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. അതേസമയം ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഇറാൻ അനുകൂലികളെ തടഞ്ഞില്ലെങ്കിൽ ഇറാനെ വീണ്ടും ആക്രമിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ലേബർ പാർട്ടി നേതൃസ്ഥാനം ഒഴിയണമെന്ന ആവശ്യവുമായി പാർട്ടിയിലെ ഒരു വിഭാഗം രംഗത്ത്. പകരം ആന്റി ബേൺഹാം പാർട്ടി നേതൃത്വത്തിലേക്ക് വരണമെന്നാണ് പ്രധാന ആവശ്യം. കഴിഞ്ഞ ദിവസം വടക്കൻ ഇംഗ്ലണ്ടിലെ മേക്കർഫീൽഡ് ഉപതെരഞ്ഞെടുപ്പിൽ ആന്റി ബേൺഹാം ഉജ്ജ്വല വിജയം നേടിയതോടെയാണ് സ്റ്റാർമർക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് വേഗമേറിയത്. അതേസമയം കടുത്ത സമ്മർദ്ദമുണ്ടായിട്ടും സ്ഥാനമൊഴിയാൻ കെയർ സ്റ്റാമർ തയ്യാറായിട്ടില്ല. 19ാമത് മുംബൈ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്നലെ തിരശ്ശീല വീണു. ലോകത്തിലെ ഏറ്റവും മികച്ച ചലച്ചിത്രമേളയിൽ ഒന്നാണിതെന്ന് സമാപന ചടങ്ങിൽ മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണു